ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നും പതിവ് പോലെ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇന്ന് നല്ലൊരു നാടൻ പലഹാരം ഉണ്ടാക്കിയാലോ. വേറൊന്നുമല്ല, നമ്മുടെ ഇലയട ഇല്ലേ, ഇലയട ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ഇല തപ്പി അറിഞ്ഞിട്ട് നമുക്ക് കിട്ടാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല. നമ്മുടെ തൊട്ടടുത്തുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് അതിനുള്ള ടൈം കിട്ടിയിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു അട ഉണ്ടാക്കിയായിരുന്നു. പ്രത്യേകിച്ച് വലിയ വെറൈറ്റി ഒന്നുമല്ല, എന്നാലും ഒരു ചെറിയ വെറൈറ്റി ഉണ്ട് ഇതിൽ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അടയ്ക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കണം. അതിനുള്ള തേങ്ങ പൊട്ടിക്കുകയാണ്. എൻ്റെ പൊന്നു, എത്ര തവണ ഞാനൊന്ന് പൊട്ടിക്കാൻ ശ്രമിച്ചു എന്നറിയോ. എനിക്ക് പൊട്ടിക്കാൻ അറിയില്ലാത്തത് കൊണ്ടാണോ അതോ തേങ്ങയുടെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല. ഒരു 10-15 പ്രാവശ്യം, എത്ര പ്രാവശ്യം ഞാൻ ഇതിൽ അടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. കുറേ തവണ പൊട്ടിച്ച് അവസാനം ഒന്ന് പൊട്ടി. അപ്പോൾ തേങ്ങാവെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ദേവൂട്ടിക്കും ഇഷ്ടമാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റുടനെ ഇപ്പം ഏകദേശം ഒരു 6 മണി 6:15 ആയിട്ടുണ്ട്. സോനുവിന് പതിവിലും നേരത്തെ പോകണം, അതുകൊണ്ട് ഇത്തിരി നേരത്തെ എഴുന്നേറ്റു. അപ്പം നേരത്തെ എഴുന്നേറ്റു എന്നല്ല, നേരത്തെ കുറച്ച് പണി തുടങ്ങി. എഴുന്നേറ്റിട്ട് കുറേ നേരമായി, പക്ഷെ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മണിയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു. ദേവൂട്ടിക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തിരി രാവിലെ ഇത് കുടിക്കുമ്പോൾ ചിലപ്പോൾ ജലദോഷമോ വല്ല ചുമയോ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട്. മാത്രമല്ല, പുറത്ത് നല്ല തണുത്ത കാറ്റുമാണ്. ഇന്ന് പതിവില്ലാണ്ട് നല്ല കാറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പം ഞാൻ തന്നെ ആ വെള്ളം കുടിച്ചു. പിന്നെ കയ്യോടെ അവിടെ ഒന്ന് തുടച്ചു, പൊടിയെല്ലാം ഇരുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ഇനി നമുക്ക് കുറച്ച് വെള്ളം വെക്കണം. വെള്ളം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അടയ്ക്ക് വേണ്ട ആവശ്യത്തിനാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം അരിയട ഉണ്ടാക്കാം എന്നായിരുന്നു വിചാരിച്ചത്. അരിപ്പൊടി കൊണ്ടുള്ള അടയില്ലേ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അരിപ്പൊടിയില്ല. എൻ്റെ ഓർമ്മയിൽ അരിപ്പൊടി ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. പക്ഷേ അരിപ്പൊടി ഇല്ലായിരുന്നു, തീർന്നു പോയി. അതുകൊണ്ടെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ അവസാനം എന്ത് ചെയ്തു, ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഗോതമ്പിൽ തന്നെയാണ് പിടി. ഗോതമ്പ് നല്ല ടേസ്റ്റാണല്ലോ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ അരി കൊണ്ടുണ്ടാക്കുന്ന മീൻസ് ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന അടയേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ്, കഴിക്കാൻ കുറച്ചും കൂടി ഇഷ്ടം എനിക്ക് അരി കൊണ്ടുണ്ടാക്കുന്ന അടയാണ് കേട്ടോ, അരിപ്പൊടി വെച്ചിട്ടുള്ള അട. എനിവേ, നമ്മളുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പൊടി എടുത്തു. അതിലേക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പും പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ കുഴക്കുന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല. അപ്പോൾ ഞാനത് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് അട ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പം ഞാൻ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കുകയാണ്. ആദ്യം എങ്ങനെ ഉണ്ടാക്കണമെന്നിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ഇല കിട്ടിയില്ല, അരിപ്പൊടിയില്ല, പിന്നെ എങ്ങനെ ഒരു അട ഉണ്ടാക്കിയെടുക്കുക എന്നൊന്ന് വിചാരിച്ചപ്പം വേറെ വഴിയുണ്ടല്ലോ, ഒന്നല്ലെങ്കിൽ വേറൊരു വഴി. അങ്ങനെ ഇതെൻ്റെ അമ്മ പണ്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്ന ടൈമിൽ, കല്യാണത്തിനൊക്കെ മുമ്പ് അമ്മ ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കും. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ടൈമിൽ അച്ഛൻ്റെ അമ്മയ്ക്ക്, അതായത് എൻ്റെ അച്ഛയുടെ അമ്മയ്ക്ക്, ഞങ്ങൾ അമ്മച്ചിന്ന് വിളിക്കും. എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്നവരാണെങ്കിൽ അമ്മച്ചി അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി ചപ്പാത്തി കഴിക്കില്ല. അപ്പോൾ എൻ്റെ അമ്മ എന്ത് ചെയ്യും, ഇതുപോലെ ചപ്പാത്തിക്ക് പരത്തുമല്ലോ, ചപ്പാത്തിക്ക് പരത്തിയിട്ട് അതിൽ മറ്റേ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര, കുറച്ച് ജീരകം, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട്, ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര, പിന്നെ ഫ്ലേവറിന് വേണ്ടി കുറച്ച് ജീരകവും ഏലക്കാപ്പൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ചപ്പാത്തീൻ്റെ അകത്ത് വെച്ചിട്ട് അത് മടക്കി വെക്കും. അങ്ങനെ ചെയ്യുമായിരുന്നു. ആ ഒരു ഓർമ്മയിലാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചപ്പാത്തി മടക്കിയിട്ട് അട ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു ഓർമ്മയിൽ ഞാൻ ചെയ്തതാണ്. അപ്പം അമ്മച്ചി ചപ്പാത്തി കഴിക്കാത്തതിന് അമ്മ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇപ്പം ഇനി ഫില്ലിങ്സിന് വേണ്ട തേങ്ങ ചിരകിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് തികയോന്നറിയില്ല, കാരണം അട ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ചേറെ തേങ്ങ വേണ്ടി വരും. കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വേണ്ട. അപ്പം ഇത് തികയോന്നറിയില്ല. പിന്നെ നമ്മൾ ശർക്കരയല്ല, ബെല്ലമാണോ എന്തോ ആ സാധനമാണ് എടുത്തിരിക്കുന്നത്. അപ്പം സ്വന്തം നാട്ടിൽ, അതായത് കോട്ടയത്ത്, നമുക്കിങ്ങനെ വെല്ലം എന്തോ ഈ സാധനം കിട്ടുകയില്ല, ശർക്കരയാണ് കിട്ടാറ് കൂടുതലും. ഇവിടെയും ശർക്കര കിട്ടും, പക്ഷേ ഇനി ശർക്കരയേക്കാൾ കൂടുതലും കിട്ടുന്നത് ഈ വെല്ലമാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇത്തിരി ജീരകം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പൊടിക്കുക എന്ന് വെച്ചാൽ ചതച്ചെടുത്തിട്ട് നമ്മുടെ തേങ്ങയിലും ശർക്കരയിലോട്ടൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇങ്ങനെ പരത്തി വെച്ചിരുന്ന ചപ്പാത്തിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം ചപ്പാത്തി ആയതുകൊണ്ട് മുമ്പേ പറഞ്ഞ പോലെ ചപ്പാത്തി പോലെ പരത്തി എടുത്തിട്ട് അതിന് ഫില്ലിങ്സ് വെക്കുമ്പോൾ ഇത്തിരി ഫില്ലിങ്സ് ഏറെ വേണം. കാരണം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇത് കുറയ്ക്കാം കേട്ടോ, വലിപ്പം കുറയ്ക്കാം.
ഒരു പൂരിയുടെ സൈസിൽ വേണമെങ്കിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒരെണ്ണം കഴിയുമ്പോൾ തന്നെ ഏകദേശം വയറെന്നറിയാം, അപ്പോൾ ഒരുപാട് ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 6, 7 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് സോനുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇലയട, പിന്നെ കൊഴുക്കട്ട, ഇതൊക്കെ സോനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്, എപ്പോഴും ഒന്നും ഉണ്ടാക്കുന്ന ഒരു സാധനമല്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കുമ്പം വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് കഴിക്കാൻ ഇഷ്ടവും തോന്നും. അതുകൊണ്ട് ഒരു 3 വെച്ചിട്ട്, 3 ഒന്നും കഴിക്കില്ല, കാരണം മധുരം ആയതുകൊണ്ട് നമ്മൾ 3 കഴിക്കില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ വയറ് നിറയെ കഴിക്കണം എന്നാണല്ലോ. അപ്പം 3 ഒന്നും കഴിക്കില്ല, എന്നാലും മിച്ചം വന്നു കഴിഞ്ഞാൽ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 6, 7 എണ്ണം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ നമ്മൾ 6, 7 എണ്ണം ഉണ്ടാക്കുക എന്ന് പറയുമ്പം ഉണ്ടാക്കി കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് ഒരെണ്ണം എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഒരെണ്ണം തരും. അപ്പോൾ പിന്നെ ആ സ്വാദ് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും ഒന്നൊന്നെടുക്കും. അങ്ങനെ ഒരെണ്ണം തരും. പിന്നെ കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും ഒന്നും ഉണ്ടാവില്ല. അത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ്, പപ്പയുടെയും മോടെയും സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചപ്പാത്തി വന്ന് ദേവൂട്ടി എടുത്തുകൊണ്ട് പോകും, പുറകെ പപ്പയും വരും, സോനുവും വരും. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. പക്ഷെ അതെനിക്കിഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ അടയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പാനൊക്കെ കഴുകി ഒന്ന് ചൂടായ ശേഷം കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഇങ്ങനെ തൂത്ത് കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയോ നെയ്യോ ഉണ്ടെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഞാൻ ഒന്നും ഒട്ടിപ്പിടിക്കില്ല, എന്നാലും ഇത്തിരി എണ്ണമയം ഉണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ പുക വരില്ല, ചൂട് വരുന്ന കുറഞ്ഞു കിട്ടും. ആദ്യം ഞാനിങ്ങനെ വെച്ച് കൊടുത്തു, പിന്നെ ഞാൻ ഒരേപോലെ വെക്കുകയാണെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ തിരിച്ച് വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ അട ഏകദേശം ആയിക്കൊണ്ടിരിപ്പുണ്ട്. ഞാൻ ഒരു സൈഡൊന്ന് മറിച്ചിട്ട് കൊടുത്തു, ഒരു സൈഡായിട്ടുണ്ട്. അപ്പോൾ ഇനി 2 സൈഡും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ചപ്പാത്തി വേവിക്കാനുള്ള ടൈം മാത്രമേ ഉള്ളൂ, ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഏകദേശം നമ്മുടെ അട ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിക്കുന്നതും അതിൻ്റെ ഉള്ളിലെ ആ ഒരു രീതി ഒന്നും ഞാൻ എടുത്തില്ല, വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ലാസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണമല്ല 2 ചപ്പാത്തി ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരുമിച്ചാക്കി. ഒരു ചപ്പാത്തിയുടെ മുകളിൽ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് വേറൊരു ചപ്പാത്തി വെച്ച് കവർ ചെയ്തു. അപ്പം അത് തീരുമല്ലോ. പിന്നെ ഇനി അതിനുവേണ്ടിയുള്ള തേങ്ങ ഫില്ലിങ്സ് കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ അടിപൊളി അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ തട്ടിക്കൂട്ടടയാണെങ്കിലും ടേസ്റ്റുള്ള അടയാണ്. ഈ തട്ടിക്കൂട്ടട ഇഷ്ടമായാൽ നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കും ഇതുപോലൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി, ഈ ഒരു ഐഡിയ ഇഷ്ടമായാലും മറക്കാതെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.